ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പരിചയമുള്ള ഒരു കിച്ചണാണ്. നമ്മൾ ഒരുപാട് ഓണം റെസിപ്പീസ് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പൊ ഈ ഓണത്തിന് നമ്മൾ ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് ഞാൻ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടൊരു കാര്യമാണ് കായ വറുത്തത്. അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ കായ വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര വരട്ടിയും കൂടെ തയ്യാറാക്കാം. പൊട്ടും സമയങ്ങളാണ് നമുക്ക് നേരെ ചടപടാന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എല്ലാവർക്കും എന്റെ ഒരു ബിഗ് ഹാപ്പി ഓണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഏത്തയ്ക്ക തൊലി കളഞ്ഞ് അതിന്റെ കറ കളയുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇതിന്റെ കറ പെട്ടെന്ന് പോകാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും. പച്ചവെള്ളത്തിലോ കഞ്ഞിവെള്ളമോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ഒരു കറയങ്ങ് അത് വലിച്ചെടുക്കും. പെട്ടെന്ന് അതിന്റെ കറയങ്ങ് ഇളകി പൊക്കോളും. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിൽ ഇപ്പൊ കുതിർത്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ, ഏകദേശം ഒരു 2 മണിക്കൂറായി. ഇതൊരു 1 കിലോ ഏത്തക്കയാണ് ഞാൻ വാങ്ങിച്ചത്. അധികം മൂക്കാത്തതാണ്, ഇത് കണ്ടില്ല ചെറുതാണ്. ഇവിടെ ഒത്തിരി മൂത്തത് പോലെ ഒരുപാട് പരിപ്പുള്ളതൊക്കെ തീർന്നു പോയായിരുന്നു. സോ കിട്ടിയത് ഞാൻ വാങ്ങിച്ചു. ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സദ്യ സ്പെഷ്യൽ കായ വറുത്തതും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും ഉണ്ടാക്കാനായിട്ട്. സോ ഒട്ടും സമയങ്ങളെ നമുക്ക് അരിയാൻ തുടങ്ങാം. ഇവിടെ ആകെ ഒരു മെസ്സി ലുക്കാണ്, കാരണം ഇപ്പൊ കുറച്ച് ഞാൻ അച്ചാറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചാറിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഏത്തക്കയില എടുത്തതിന് ശേഷം ഏത്തക്കയുടെ തൊലി കളയണ്ട കേട്ടോ. ഇത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. സോ ഇത് തന്നെ നമുക്ക് തോരൻ വെക്കാം, അതുപോലെ തന്നെ മെഴുക്കുവരട്ടി വെക്കാം, കൂട്ടുകറിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാനിത് വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു കൂട്ടുകറിയുടെ ഒരു റെസിപ്പിയും കൂടെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ കഴുകി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വെള്ളം പോയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നമുക്കെടുത്ത് ഒരു പാക്കിലാക്കി വെക്കാം, അഴുക്കാകില്ല. അപ്പോൾ ആദ്യം ഞാൻ ശർക്കര വരട്ടിക്ക് അരിയാന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിങ്ങനെ ശർക്കര വരട്ടിക്ക് അരിയുമ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യുക. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിങ്ങനെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് അരിയുന്നത്. കണ്ടില്ലേ, ഇത്രയും കനത്തിൽ വേണം നമ്മളിത് അരിയാൻ. ഇത്രയും കനത്തിൽ വേണം അരിയാൻ. അപ്പം ഇത് അരിയുന്നത് തന്നെ നമുക്ക് അപ്പം തന്നെ വീണ്ടും നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു 3 എണ്ണം അരിഞ്ഞിതുപോലെ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അരിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കറ ഇളകും. സോ നമുക്ക് ഇത് ഈ വെള്ളത്തിൽ തന്നെ ഇടാം. കുറച്ച് സമയോടെ ഇത് കിടക്കട്ടെ. അപ്പം അതങ്ങനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനരിയാം. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന കായ വറുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ 4ആയിട്ടാണ് കീറേണ്ടത്. ഇത് കണ്ടില്ലേ, ഇങ്ങനത് കുറച്ചുകൂടെ ഒന്ന് കറ നന്നായിട്ട് ഇളകുന്നുണ്ട് ഇതിൻ്റെ. അപ്പം ഇനി നമുക്കിത് ഒന്ന് അരിയാം. ഇത് നമുക്ക് വളരെ കനം കുറച്ച് അരിയാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്കിത് അരിഞ്ഞെടുക്കാം. അത് ഞാൻ വെള്ളത്തിലേക്ക് തന്നെ ഇടുവാണ്. കാരണം കറ കണ്ടല്ലോ, വളരെ പിഞ്ച് കായാണ്, വളരെ ഒട്ടും ഇതാകാത്തതാണ്. അപ്പം നിങ്ങൾ ഈ വെള്ളം കണ്ടോ, ഇതിൻ്റെ കളറ് മാറുന്നുണ്ടോ, കറുപ്പാകുന്നുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളി ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കായ നമുക്ക് വറുക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള കായ. അപ്പോൾ ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം അത്യാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ഞെറുക്കിയ ഏത്തക്കയാണ്. അപ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വറക്കാനുള്ള നമ്മുടെ കായ അതിട്ട് കൊടുക്കാം.
നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ഇട്ട് ഇളക്കരുത്, കാരണം ഇത് കുഴഞ്ഞു പോകും. നമ്മളൊന്നൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ കായ വറന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് നല്ല കിളിയില്ലാന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അതിനർത്ഥം ഇത് നമ്മൾ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇപ്പൊ നമ്മള് ഇത് ഉണ്ടോ, ഈ ഒരു പരുവത്തിന് ഇതുപോലെ ഈ ഒരു ലൈറ്റ് കളർ ആകുമ്പോഴേക്കും വാങ്ങിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്. ലൈറ്റ് ഒരു ബ്രൗണും ഒരു യെല്ലോ കളർ വരും. അപ്പോഴേക്കും നമ്മളിത് വാങ്ങിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ളത് ഇട്ട് കൊടുക്കാം. ഈ പതിയെ ഒഴിഞ്ഞ് ഇതാക്കി കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുത്ത ഉടനെ ഒരിക്കലും നമ്മളിട്ട് ഇളക്കരുത്. അപ്പൊ ഇത് ഇങ്ങനെ കുഴഞ്ഞു പോകും. സോ നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പതിയെ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പൊ തന്നെ അതൊന്ന് പുറമൊന്ന് ഒരു ഇച്ചിരി ഡ്രൈ ആവും ഇതിന്റെ. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് പതിയെ മുരിച്ചെടുത്താൽ മതി. പതിയെ വറുത്തെടുത്താൽ മതി. ഇപ്പൊ തീ കുറച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇടട്ടെ. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ പരിപാടിയുണ്ട്. ഇതിലേക്ക് തളിക്കാനുള്ള വെള്ളം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്ന് കലക്കി വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തില് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പൊ തന്നെ അത് അടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അല്ലാന്നുള്ളത് നമ്മൾ ഇട്ട ഉടനെയാണ് ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. അതുപോലെ പതിയെ ഇളക്കി കൊടുക്കാവുള്ളൂ ആദ്യ സമയത്ത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഉറുക്കുപ്പേരി ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിത് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഒഴിക്കുന്നുള്ളൂ. ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ വെള്ളം പൊട്ടുന്നതൊക്കെ നിന്നു. അപ്പൊ ഇനി നമുക്കിത് വാങ്ങിയിട്ടാം. ഉണ്ടല്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൂടെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കര വരട്ടാനായിട്ട് ഞാൻ ഓൾറെഡി ഇതുപോലെ നമ്മുടെ ശർക്കര പാനിയാക്കി നല്ല ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിച്ച് നല്ല ചൂടായിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരയില് കല്ലും കുറച്ച് അഴുക്കൊക്കെ കാണും. അപ്പൊ ആ അഴുക്കൊക്കെ നമ്മൾ അരിച്ചാലേ ഉള്ളൂ പോകത്തുള്ളൂ. തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെറിയ സ്പൂണിന് 3 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്താൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര വരട്ടി നല്ല ഒരു കളറിലിരിക്കും. ഒരുപാട് കറുത്തല്ലാതെ ഇത്തിരി ഒരു ഗോൾഡൻ കളറിലിരിക്കും. അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി 1 സ്ട്രിങ് ആകുന്ന വരെ, ഒരു നൂൽപ്പരുവം പറയത്തില്ലേ, ഒരു നൂൽപ്പരുവം അതാകണം വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഈ കൂടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ചുക്കുപൊടി വേണം, ജീരകം പൊടിച്ചത് വേണം, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും വേണം. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ ഇത് ഇളക്കി ഈ ശർക്കര ഇതുപോലെ ഉരുക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് ഇത് ചെയ്യേണ്ടതാണ്. നമ്മൾ അതൊക്കെ നേരത്തെ റെഡിയാക്കി തയ്യാറാക്കി വെക്കുക. അപ്പൊ ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നമ്മുടെ
വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏതിന്റെ ടേസ്റ്റ് ആണോ കൂടുതൽ ഇഷ്ടം അതനുസരിച്ച് അത് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഏലക്കയാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചുക്ക് പൊടി ഞാൻ 1/2 ടീസ്പൂണോളം ഇട്ടു. ജീരകം 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഉള്ളത് എല്ലാ ശർക്കര നമ്മുടെ കായ എല്ലായിടത്തും ആവുള്ളൂ. പിന്നെ നമുക്ക് ഇതൊന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർക്കും ചിലര്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം. അത് ഒരുപാട് ചേർക്കണ്ട. ഒരു സ്പൂണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പൊ അരിപ്പൊടി ഞാനൊരു സ്പൂണൊന്നും ഇടുന്നില്ല. ഇത്ര എന്താ പറയാ, ഒരു 1/4 ടീസ്പൂൺ വരും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇടുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വെള്ളം ഇത് കാണും. കാരണം ഓൾറെഡി തന്നെ ശർക്കര ഉരുകി ശർക്കര ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു വെള്ളപ്പ് വരും. അപ്പൊ നമ്മൾ പൊടി ഒരുപാട് ഇട്ടാലും അതിന്റെ ഈ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പൊ ഇടുമ്പോൾ വളരെ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പാനിൽ അത്യാവശ്യം ചൂടുണ്ടല്ലോ. അപ്പൊ ഇതിൽ തന്നെ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു കളറായി കിട്ടും. നല്ലൊരു ഗോൾഡൻ കളറ്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമ്മുടെ കായ വറുത്തതും അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ ശർക്കര വരട്ടിയും റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ നുറുക്ക് ഏത്തയ്ക്ക ഉപ്പേരിയും തയ്യാറായിട്ടുണ്ട്. സോ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണേ.